ഹലോ ഫ്രണ്ട്സ്, അശ്വിനി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബോൾട്ടൺ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളാണ്. UK തന്നെ വലിയൊരു മാർക്കറ്റാണ് ഈ ബോൾട്ടൺ മാർക്കറ്റ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബ്ലാക്ക്ബണിൽ. അപ്പം അവരുടെ വീട്ടിൽ ഞങ്ങൾ പോയപ്പോഴാണ് ഈ ഒരു മാർക്കറ്റിനെ കുറിച്ച് കേട്ടതും അവരാണ് ഞങ്ങൾ ഈ മാർക്കറ്റിനെ കൊണ്ടുപോയതും. അപ്പം ബ്ലാക്ക്ബണിൽ നിന്ന് ഞങ്ങൾക്കൊരു 20 മിനിറ്റ്സ് ബസ്സിലായിരുന്നു പോവേണ്ടിയിരുന്നത്. അപ്പോൾ അവിടെ തന്നെ ഈ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ധാരാളം കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇപ്പോൾ കാറിനാണ് പോകുന്നതെങ്കിൽ നമുക്ക് അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് മാർക്കറ്റിനുള്ളിലേക്ക് പോകാം. ബസ്സിനാണ് പോകുന്നതെങ്കിലും ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറുന്നത്. കയറുമ്പോൾ തന്നെ നമുക്ക് ഈ ബോൾട്ടൺ മാർക്കറ്റിൻ്റെ ഒരു വെൽക്കം ബോർഡ് കാണാം. അതിലത് ഏതൊക്കെ ദിവസങ്ങളിലാണ് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അവരത് എഴുതിയിട്ടുണ്ട്. അതായത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ 9 to 5 PM ആണ് ഇത് പ്രവർത്തിക്കുന്നത്. എന്നാൽ നമുക്ക് മാർക്കറ്റിൻ്റെ അകത്തേക്ക് പോയാലോ? കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഹാളാണ്. ഈ ഹോളിൻ്റെ അകത്ത് തന്നെ 67ഓളം സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കാണാം അപ്പുറത്തും ഇപ്പുറത്തും എത്ര മനോഹരമായിട്ടാണ് അവർ ഓരോ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതും വളരെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് അവർ വിൽക്കാൻ വെച്ചേക്കുന്നത്. എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ പ്രൈസ് ടാഗും അതിൻ്റെ ഓഫറുകളും അവർ എഴുതിയിട്ടുണ്ട്. വളരെ ചീപ്പാണ് ഞങ്ങളുടെ മാർക്കറ്റ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അതും ഇത്രയും വെറൈറ്റി സാധനങ്ങൾ ഞാൻ ഇതിനു മുന്നേ UK ഒരു മാർക്കറ്റിൽ ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഒരു സ്റ്റോളിൽ നല്ല വിലക്കുറവിൽ പേരക്കയും ലിച്ചിയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് കുറച്ച് പേരക്കയും ലിച്ചിയൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് വേറെയും സ്റ്റോളുകൾ ഇതിലും ചീപ്പായിട്ട് അത് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ മാർക്കറ്റിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോളുകളെല്ലാം വിസിറ്റ് ചെയ്തിട്ട് എവിടെയാണോ ഏറ്റവും ചീപ്പായിട്ടും നല്ലതായിട്ടും കൊടുക്കുന്നത് അവിടെ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഒത്തിരി വെറൈറ്റി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇതിനകത്തുണ്ട്. നമ്മൾ എത്ര നടന്ന് കണ്ടാലും നമുക്ക് മതിയാവത്തില്ല. അത്രയ്ക്കും ഫ്രഷ് വെജിറ്റബിൾസ്. അതിൻ്റെ ഒരു കാഴ്ച തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ് കേട്ടോ. പാത്രങ്ങളായിക്കോട്ടെ, ബക്കറ്റ്, അങ്ങനെ ചട്ടികൾ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കിട്ടും. അവിടെ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ മുന്നോട്ട് പോയപ്പോൾ പിസ്സയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബേക്കറിയാണ് വീണ്ടും. പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് നടന്നിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ സ്വീറ്റ്സിൻ്റെ കടയാണ്. അതും എന്തുമാത്രം ക്യാൻഡീസ് ആണെന്നറിയോ. അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 ക്യാൻഡീസ് ഞാൻ വാങ്ങി. ഈ അടുത്ത ഹോളാണ് എൻ്റെ ഫേവറേറ്റ് ഹോള്. ഞാൻ അവിടെ പോയതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സെക്ഷനാണ്. അത് മീറ്റ് ആൻഡ് ഫിഷ് ഹോളാണ്. അപ്പം അത്രയും ഫ്രഷ് ആയിട്ടുള്ള ഫിഷും അതുപോലെ തന്നെ മീറ്റും എല്ലാം ധാരാളം അവിടെ അവർ നിർത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രഷും ഫ്രോസണും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വേറൊരു കാഴ്ച കണ്ടു. ഇത് മാനാണ് കേട്ടോ. വൈൽഡ് ഡിയർ എന്നാണ് എഴുതി വെച്ചേക്കുന്നത്.
അപ്പോൾ അതിൻ്റെ തലയൊക്കെ മാറ്റിയിട്ടാണ് അവരത് വെച്ചേക്കുന്നത്. ഫുൾ പൂടയൊക്കെ ഉണ്ട്. ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് മാനിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ മാൻ കിടക്കുന്നിടത്ത് പൂട പോലും ഇല്ല. അപ്പോഴേക്കും അതാരോ മേടിച്ചുകൊണ്ട് പോയിരുന്നു. അത്രയ്ക്കും ഫാസ്റ്റായിട്ടാണ് ഇവിടുത്തെ ഓരോ സാധനങ്ങളും മൂവ് ചെയ്യുന്നത്. ഇതൊരു ചിക്കൻ്റെ സ്റ്റോളാട്ടോ. ചിക്കൻ്റെ ഓരോ പാർട്സായിട്ടാണ് അവർ വിൽക്കാൻ വെച്ചേക്കുന്നത്. ഇതാട്ടോ നമ്മുടെ മീൻചന്ത. നമ്മുടെ നാട്ടിലെ മീൻചന്ത പോലെ തന്നെയാണ്. ധാരാളം മീനുകൾ അവരവിടെ വെച്ചിട്ടുണ്ട്. അത് മുറിക്കാതെയൊക്കെ കിട്ടും കേട്ടോ. കൊഞ്ച്, കൂന്തൽ, വലിയ ചെമ്മീൻ, ചെറിയ ചെമ്മീൻ, അതുപോലെ ക്രാബ്, പിന്നെ കക്ക, അങ്ങനത്തെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതിൻ്റെ എല്ലാം തന്നെ പ്രൈസ് ടാഗും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ നീരാളിയാട്ടോ, 9.99 ഉള്ളി. ഇത് പോർക്കൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റോളാണ് കേട്ടോ. അതിൻ്റെ കുറേ പാർട്സൊക്കെ ഇങ്ങനെ വെവ്വേറെ ഇങ്ങനെ അത് വിൽക്കുന്നുണ്ട്. ഇത് കക്കയും കൊഞ്ചും പിന്നെ ഈ കല്ലുമ്മക്കായയില്ലേ അതിൻ്റെ പല വെറൈറ്റികൾ, വലുതും ചെറുതും പിന്നെ ഞണ്ടും അതൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാട്ടോ. എല്ലാവരും ഇങ്ങനെ കവറിൻ്റെ അകത്താക്കി വെച്ചേക്കാണ്. പിന്നെ ഇത് വലിയ മീനുകൾ, അതിൻ്റെ ഒരു ഷോപ്പാണ് ഇത്. പിന്നെ സാൽമണൊക്കെ വിൽക്കുന്ന ഒരു ഇംഗ്ലീഷ് സ്റ്റോളാണ്. അവരത് വളരെ ഭംഗിയായിട്ട് ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്പെഷ്യലായിട്ടാട്ടോ. ഇതാണ് മീൻമുട്ട. ഞാൻ ഇവിടെ നിന്ന് മേടിച്ചായിരുന്നു 1/2 കിലോയുടെ മീൻമുട്ട. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പം അത് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനും കൂടി എക്സ്ട്രാ മേടിക്കുകയും ചെയ്തായിരുന്നു. ഇത് മീൻതലയാട്ടോ. ഇങ്ങനെ തന്നെ മേടിക്കാം. നല്ല നാടൻ തലക്കറി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തല മേടിച്ചുകൊണ്ട് പോകാം കേട്ടോ. കോടിൻ്റെ തലയാണ്. 3 പൗണ്ട്സേ ഉള്ളൂ പെർ kgക്ക്. ഞാൻ വാങ്ങിയില്ല, വാങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ വാങ്ങിയില്ല. ഇതൊരു ടൈലറിങ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു സ്റ്റോളാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന് പറ്റിയ സാധനങ്ങളും തയ്ക്കാൻ ആവശ്യമുള്ള കുറേ സാധനങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ക്ലോത്ത് ഷോപ്സ് ഉണ്ട്. പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ സ്റ്റോളുണ്ട്. കേക്ക് ഷോപ്പ്, ജുവലറി ഷോപ്പ്, ഗ്രോസറി ഷോപ്പ്, അങ്ങനെ എല്ലാ വെറൈറ്റീസും കിട്ടുന്ന സ്റ്റോളുകളെല്ലാം ഈ ഒരു സൈറ്റിലുണ്ട്. ഇനിയും കുറേ സ്റ്റാളുകളും കൂടി കവർ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ സമയത്തിൻ്റെ പരിമിതി മൂലം പലതും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ ഒരു മാർക്കറ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നാട്ടിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടാക്കിയിരുന്ന കുറേ സാധനങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് തന്നെ മേടിക്കാൻ പറ്റി. എസ്പെഷ്യലി മീനിൻ്റെ കാര്യം തന്നെ. കുറേ മീൻ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെക്കുകയും ചെയ്തു ഇവിടെ നിന്ന് തന്നെ. പിന്നെ തീർച്ചയായിട്ടും ഇതൊരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. ശരിക്കും ലൈവ്ലി ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. എപ്പോഴും ഇഷ്ടം പോലെ ആൾക്കാർ വന്നും പോവുകയും ഒക്കെ ചെയ്യുന്നൊരു മാർക്കറ്റാണ്. അപ്പം തീർച്ചയായും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു മാർക്കറ്റ് വിസിറ്റ് ചെയ്യുക. ഈ മാർക്കറ്റിൽ ഇതിനു മുന്നേ പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. അപ്പം വീണ്ടും ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം അതുവരെ ഗുഡ് ബൈ ഫ്രണ്ട്സ്, ബൈ.